ദിവ്യകാരുണ്യത്തിന്റെ വിടുതൽ ശുശ്രൂഷ ഏതാനും നിമിഷങ്ങൾ നമ്മള് രോഗസൗഖ്യങ്ങൾക്കും മാനസിക സംഘർഷങ്ങളുടെ വിടുതലിനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും, കുടുംബത്തെ തകർക്കുന്ന എല്ലാവിധ നെഗറ്റീവായ എനർജിയെയും കർത്താവിന്റെ മുമ്പിൽ എല്ലാ സൗഖ്യങ്ങളുടെ നിദാനമായ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമർപ്പിക്കാം. യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ഇസ്രായേലെ സമീപ ദേശങ്ങളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ വിവിധങ്ങളായ മതത്തിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിക്കുന്നു. തീവ്രവാദ മനോഭാവമുള്ളവരെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യൂറോപ്പിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വളർച്ചയും യേശു രക്ഷകനാണെന്ന് വിളിച്ചു പറയുവാനുള്ള ധൈര്യവും സഭയ്ക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും ജപമാല ഭക്തി ശക്തമായി തീരുന്നതിനും ദിവ്യകാരുണ്യവും ബലിപീഠവും ജീവിതത്തിന്റെ അഭയമായി തീരുവാൻ ഈ വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും, വിശ്വാസത്തിന്റെ ശക്തി കുറഞ്ഞവരെ എല്ലാം സമർപ്പിക്കുന്നു. സാന്തോ മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ജോർജ് ബന്ധന്റെ ടീം അംഗങ്ങളെയും ആശീർവദിക്കട്ടെ. 22-ാം തീയതി ശുശ്രൂഷയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ അഭിഷേകത്തിലേക്ക് കടക്കാം. യേശുവേ, യേശുവേ നാഥ, നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, പ്രൈസ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്ത്രീയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ നിങ്ങളെല്ലാവരെയും ലോകം മുഴുവനെയും ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷത്തില് ആ അമ്മയെ ബലിപീഠത്തിൽ ഓർക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ അനുസ്മരിക്കപ്പെടുമ്പോൾ, ജപമാല ഭക്തിയോടെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പൈശാചികതയും തീരാ രോഗങ്ങളും കടബാധ്യതയും കുടുംബത്തിന്റെ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തകർച്ചയുള്ള വ്യക്തികളെ, നിരാശയുള്ളവരെ, ഇവിടെ നിരന്തരമായി അഭിഷേക ആരാധനയ്ക്ക് എത്തുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ഈ ഒരു ശുശ്രൂഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ വ്യക്തികളിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഇടപെടലും ശക്തമായി ഈ വർഗീസിന്റെ ബന്ധിച്ചുള്ള ആ ഒരു അപേക്ഷയും ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടാൻ ഉപരിതീഷ്ണതയോടെ സമർപ്പിത വൈദിക ജീവിതങ്ങൾ ഉണർത്താൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് ജീവിതം സമർപ്പിക്കാം. കാരണം എല്ലാ പ്രശ്നത്തിനും പരിഹാരം പരിശുദ്ധ കുർബാനയാണെന്നും തിരുവചനമാണെന്നും തിരിച്ചറിയാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. കർത്താവെ, കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിമിഷം നമ്മള് വചനത്തിലേക്ക് തിരിയുമ്പോൾ നിരന്തരമായിട്ട് യേശു തന്റെ ശ്രോതാക്കളോട് പറഞ്ഞ ഒരു കാര്യം, മാനസാന്തരപ്പെടുക. അതായത് നിരന്തരമായി ആ ജീവിതം മുഴുവൻ എന്തിനു വേണ്ടിയുള്ള മറുപടിയായിരുന്നു അറിയാമോ? എല്ലാ കണ്ടുമുട്ടുന്നവരോട് മുഴുവനും, രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും, ഏത് മനുഷ്യരോട് സംസാരിക്കുമ്പോഴും യേശുവിന്റെ ഉള്ളിൽ തികട്ടി വന്നുകൊണ്ട് ഇരുന്ന പറയാതെ പറഞ്ഞ ഒരു സത്യം, അതിനെ വിളിക്കുന്ന പേരാണ് മാറാനുള്ള ആഹ്വാനം എന്ന് പറയും. അതായത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സുവിശേഷമാണ് യേശുവിന്റെ 3 വർഷത്തെ പരസ്യ ജീവിതവും കുരിശു മരണവും മുഴുവനും വച്ചു നീട്ടുന്ന സന്ധ്യത, വചനത്തിന്റെ സന്ധ്യത, വചനത്തിന്റെ അഗ്നിയത.
നിരന്തരമായിട്ട് മാറാനുള്ള മനുഷ്യരോട് എല്ലാവരോടും പറയുന്നത് നിങ്ങൾ മാറണം. ഈ പുതിയ നിയമം പറയുന്നത് തന്നെ എന്താണെന്നറിയോ? പഴയ നിയമത്തിൽ നിന്നും യേശു മാറി നടന്നതിന്റെ സുവിശേഷമാണെന്ന് പറയാം. അതായത് പഴയ നിയമത്തിന്റെ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതിലേക്കുള്ള ഒരു മാറി നടപ്പായിരുന്നു യേശുവിന്റെ ജീവിതം. അത് നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാറി നടക്കണം, മറുകര തേടണം. ആ ഒരു ആഹ്വാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതാണ്. നിരന്തരമായിട്ട് മാറാനുള്ള ഒരു ത്വര, കൃപയാർന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ ലഭിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് നിങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ആന്തരികത മാറണം. നമ്മുടെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളിൽ നിന്നും ക്രിസ്തു ചൈതന്യത്തിലേക്ക്, ക്രിസ്തു സുവിശേഷത്തിലേക്ക്, ആ ആത്മാവിലേക്ക് നമ്മുടെ ജീവിതം പൊതിഞ്ഞു മാറേണ്ടതാണ്. അതായത് ഈ എല്ലാ ദിവസവും ഇവിടെ കൗൺസിലിങ്ങിന് ജനം വരാറുണ്ട്, പ്രശ്ന പരിഹാരത്തിനായി. ദിവികാരത്തിന്റെ മുമ്പിലിരിക്കാനും അച്ഛനെ കണ്ട് സംസാരിക്കാനും. അപ്പോഴ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുടുംബത്തെ എനിക്ക് അതിശയത്തോടെ നോക്കിക്കാണേണ്ടി വന്നതെന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന് ഒരു 10-46 വയസ്സുണ്ട്. കുടുംബനാഥ ഇതുപോലെ തന്നെ പ്രായം ഉണ്ടായിരിക്കും, ആശാ വർക്കറാണ്. കുടുംബനാഥന്റെ അമ്മ കൂടെയുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണ്. കത്തോലിക്കനാണ്, ബത്തേരിയിലെ വലിയ അസംഷൻ പള്ളിയിലെ ഇടവകാംഗമാണ്. ഇവിടെവരെ 3 വർഷം മാത്രമേ ആ വീട്ടില് ഈ കെട്ടിവന്ന ഈ കുടുംബനാഥയും ഈ അമ്മയും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു. വർഷങ്ങളായിട്ട് 2 കലമാണ്. പക്ഷെ ഇവര് 2 പേര് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. സന്ധ്യ പ്രാർത്ഥനകളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ പരസ്പരം യോജിപ്പിൽ പോകില്ല. ഇയാൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ കുറെ നാളൊക്കെ കുടിച്ചു നോക്കിയത്, പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. നിങ്ങൾ ഓർക്കണം, നമ്മള് ഈ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോഴും, ജപമാല ചൊല്ലുമ്പോഴും, വചനം വായിക്കുമ്പോഴും, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴും, ധ്യാന പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആത്യന്തികമായിട്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ മറക്കരുത്. അത് വൈദികനാണേലും സമർപ്പിതരാണേലും സുവിശേഷ പ്രഘോഷകരും ഇതിൽ ശുശ്രൂഷ നടത്തുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നടത്തുന്നത് എന്തിനാണെന്നറിയോ? ഈ സഭയിൽ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവമഹത്വമാണ്, ആത്മാക്കളുടെ രക്ഷയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ഞാൻ മാറാനുള്ള സുവിശേഷത്തിന്റെ ആഹ്വാനമാണ് യേശുവിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്. യേശുവിന്റെ ആ ഒരു ആന്തരിക സ്പർശനത്തിന്റെ അവസ്ഥ അതാണെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ ഇതൊക്കെ വൃഥാവിലാണ്, ഇതൊക്കെ ശൂന്യമാണ്. നമ്മുടെ നിലവിളിയൊക്കെ മിഥ്യയായി തീരും. അത് അതരസേവയെന്ന് ഈശോ പറയും. നിങ്ങൾ നാവ് കൊണ്ട് എന്നെ ആരാധിക്കുന്നു, പക്ഷെ ഹൃദയം എന്നിൽ നിന്ന് എത്രയോ അകലെയാണെന്ന് പറഞ്ഞില്ലേ? ആ മനോഭാവത്തിന്റെ മാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഹൃദയം. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മൾ വിലയിരുത്തണം. നമ്മുടെ ബന്ധങ്ങളെ, അതായത് ഈ ലാറി ബത്ത് എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരി വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഏറ്റവും വില പിടിച്ച്, അതായത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഒരു ബുക്കാണ് ജീസസ് ഇൻ ദ ബ്ലൂ ജീൻസ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നാണ് പറയുന്നത്. 3 ഞാനിവിടെ പറയുന്നില്ല. ഒരെണ്ണം ഇതാണ്. എന്താണെന്നറിയോ? അതായത് ബന്ധങ്ങളുടെ ശക്തിയാണ്. ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു നമ്മുടെ. അതെ, അതായത് നമ്മളെയൊക്കെ ജീവിതത്തിൽ നമ്മള് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, പ്രത്യേകിച്ച് കുടുംബത്തിൽ. മനസ്സിലായോ? ഇന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞ പോലെ, അച്ഛാ, ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നത് സ്നേഹിക്കണമെങ്കിൽ അവൾ എന്റെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കട്ടെ. ഇന്ന് വന്ന് പറഞ്ഞു, എങ്കിലേ എന്റെ സ്നേഹത്തിന് അവളോടുള്ള സമീപനത്തിൽ എനിക്ക് ഊർജം ഉണ്ടാവുകയുള്ളൂ. ഒരു കുടുംബമായി നന്നായിട്ട് സ്നേഹിച്ചു കൊണ്ട് നടക്കണ്ടേ? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ സ്നേഹം കൈവിടാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തിനെ വിളിക്കുന്ന പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മള് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം ഈ മാറാനുള്ള ഒരു ത്വരയുണ്ടാവും. എങ്കിലേ ഒരു നല്ല മരണം പോലും നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമ്മള് ശപിച്ചുകൊണ്ടൊക്കെ മരിക്കേണ്ടി വരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിച്ചത് തന്നെ എന്തിനാ? മറ്റുള്ളവരുടെ കാല് ചുംബിച്ചതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചത്. ഓർക്കണം. എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തില് മാറ്റത്തിന് വിധേയമാകുന്ന വിനയഭാവത്തിന്റെ ഒരു ഇരമ്പൽ എനിക്കുണ്ടാവും. നമ്മള് ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ. നമ്മൾ പ്രായത്തിലും ഗ്രേസ്ഫുൾ ആയിട്ട് ഏജ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങള്, എന്ന് പറഞ്ഞാൽ അഹംഭാവമില്ലാത്ത ഇടപെടലുകളും നിറഞ്ഞ സ്നേഹമുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കണം, ദൈവത്തോടും മനുഷ്യരോടും. ആ സമയം ഇങ്ങനെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബലിയർപ്പിക്കുകയും വചനം പ്രഘോഷിക്കുകയും അത് കേൾക്കുകയും വചനത്തിൽ അടയിരിക്കുകയും അത് സാരാംശത്തിലേക്ക് ഇറങ്ങുകയൊക്കെ ചെല്ലുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ മാറാൻ തയ്യാറാകും. അതെന്ത് വിലപ്പെടുത്തും? പ്രത്യേകിച്ച് എത്രയോ മനുഷ്യന്റെ വർഷങ്ങള് വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. ചില വ്യക്തികളോടും ചില സംഭവങ്ങളോടും. എന്റെ ജീവിതത്തെ നശിപ്പിച്ചവരോട് വെറുപ്പ് സൂക്ഷിക്കരുത്. അതാ സംഭവിച്ചു പോയതായിരിക്കും. മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ എന്താണെന്നറിയോ? അതായത് മാറണമെന്ന് പറഞ്ഞ മാനസാന്തരത്തിന്റെ അർത്ഥം തന്നെ മാറി നടക്കുക എന്നുള്ളതാണ്. നിലപാടുകളിൽ മാറ്റം വരുന്നതിനെ വിളിക്കുന്ന പേരാണ് മനസ്സിന്റെ അന്തരം. എന്റെ ചില നിലപാടുകള്, എന്റെ ചില തിയറീസ്, ഞാൻ വെച്ചു പുലർത്തുന്ന ചില കാര്യങ്ങളിൽ ഞാൻ യേശുവിന്റെ ശക്തി അതിലേക്ക് ഒഴുകുമ്പോഴ് ബോധപൂർവം മാറണ്ടേ? മദ്യപാനം മാത്രമല്ല, എന്റെ ഐഡിയോളജി ഒക്കെ മാറണം, എന്റെ ചില തിയറികൾ മാറണം. ഇങ്ങനെ മാറാനുള്ള അത്യുന്നതന്റെ ശക്തി വചനത്തിന്റെ അഗ്നിയാൽ എന്നിൽ എരിയുമ്പോൾ ഞാൻ കുറെ കൂടെ ഗ്രേസ് ഉള്ള മനുഷ്യനായി തീരും, കൃപയുള്ളവനായി തീരും. ഇങ്ങനെ മാറാൻ ഞാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വഴക്കടിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കർത്താവിന്റെ ചൈതന്യമല്ല, മനസ്സിലല്ല, അത് നുണയന്റേതാണ്, അത് പിശാചിന്റേതാണ്. അനൈക്യം പിശാചിന്റെ സന്തതിയാന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, അവൻ എന്നും നുണയെ പറഞ്ഞിട്ടുള്ള അവൻ നുണയന്റെ ഇതാവെന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുന്ന മറ്റൊരു കാര്യം, ഈശോ ആദ്യമായി കണ്ട ശിഷ്യരോട് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ നിങ്ങളുടെ മീൻപിടുത്തം നിർത്തി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞാൽ മാറണം നമ്മൾ. മനസ്സിലല്ലോ? കച്ചവട സംസ്കാരത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള ചുവട് മാറ്റമാണ് നമ്മളിൽ നിന്നൊക്കെ ഈശോ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ആവശ്യത്തിന് പണമൊക്കെ ആവശ്യമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മള് മനുഷ്യന്റെ ആവശ്യം, മനുഷ്യത്വമുള്ള, എന്റെ തലയിൽ കുറച്ച് മനുഷ്യരുണ്ടാവും. എന്റെ ഏത് തീരുമാനത്തിനും കുറെ മനുഷ്യരുണ്ട് എന്നുണ്ട്. സഭ അങ്ങനെ ഈ ലിബറേഷൻ തിയോളജിക്കാർ പറയും പോലെ സഭ എടുക്കുന്ന തീരുമാനത്തിൽ എപ്പോഴും ആര് കൂട്ടുണ്ടാവണം? പാവപ്പെട്ടവരുടെ ഒരു കണ്ണുകൾ ആ തീരുമാനത്തിൽ തെളിഞ്ഞു നിൽക്കണം എന്നാണ്. അതൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. നമ്മുടെയെങ്കിലും വ്യക്തി ജീവിതത്തില് അതായത് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളും നിലപാടുകളും എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. എന്റെ ഭർത്താവിന്റെ, ഇവരൊക്കെ എന്റെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ മാറണം.
യേശു പറഞ്ഞ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞതിന്റെ ആന്തരികത അതാണ്. മനുഷ്യ ജീവിതത്തിന്റെ നുറുങ്ങിയത് തുന്നൽപ്പണിയാണെന്നാ പറയുന്നത്. മിഷണറിമാരുടെ പണി, ക്രിസ്തു ശിഷ്യന്മാരുടെ പണി എന്ന് പറയുന്നത് തുന്നലിന്റെ പണിയാണ്. കീറിയ മനുഷ്യ മനസ്സിനെയും കീറിയ ആത്മാവിനെയും പലവിധ തിന്മകൾ കൊണ്ട് കീറിപ്പോയതും പലവിധത്തിലുള്ള മുറിവുകളേറ്റതുമായ മനുഷ്യന്റെ ആന്തരികതയില് വചനത്തിന്റെ തൈലവും ആ ഒരു മനുഷ്യോചിതമായ ഇടപെടലും കൊണ്ട് ഇതിനെ സുഖപ്പെടുത്തേണ്ടതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യമാണ് നമ്മൾ ബലിപീഠത്തിലും ഈ വചനം എന്തിലും ഒക്കെ നടക്കേണ്ടത്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സെന്റ് ഇരണേവൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? അതായത് സാക്രമെന്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ്. നിത്യതയുടെ ആഹാരവും ഔഷധവും എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറാൻ യേശു നിരന്തരം ആഹ്വാനം ചെയ്യുകയാണ്. ഈ സക്കേവൂസിനോട് ഈശോ പറഞ്ഞു മരത്തിന് താഴെ ഇറങ്ങാൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാറണം. നീ ഈ മരത്തിൽ തന്നെ ഇരുന്നാ പോരാ. നിന്റെ ആ സുഖച്ചില്ലയിലല്ല നിന്റെ ജീവിതം. നീ എന്റെ ചൈതന്യത്തില് നീതി പൊട്ടി വിളരണം നിന്റെ കുടുംബത്തില്. അതെ, നിന്റെ മനസ്സാക്ഷിയില് നീ മറ്റുള്ളവരെ ചതിയിലൂടെ സമ്പാദിച്ചതൊക്കെ നിന്റെ മാറ്റത്തിന് അരക്കെട്ടുറപ്പിക്കുന്ന സത്യങ്ങളല്ലെന്ന് തിരിച്ചറിയണം. പണക്കൊഴുപ്പിൽ മാറ്റം നടക്കില്ല. ആത്മീയതയുടെ ആഡംബരത്തിന്റെ ആ പുതപ്പിലും ആകാശത്തിലും ആ ചക്രവാളത്തില് എന്റെ ജീവിതത്തില് നന്മയുണ്ടാവില്ല. ദൂരത്തില് ഫിസിക്കല് ഇതിലൊന്നും പ്രിയപ്പെട്ടവരെ കൃപയുണ്ടാവില്ല. എന്താ വേണ്ടത്? നമുക്ക് ആ ഒരു സമചിത്തതയോടെ ജീവിതത്തെ നോക്കിക്കാണുകയും ജീവിതത്തിലെ സഹനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് സാധിക്കുന്നവരോടൊക്കെ പ്രാർത്ഥന ചോദിച്ചും നല്ല മനോഭാവത്തില് ജീവിതം മുന്നോട്ട് നയിക്കുക. മാറ്റത്തിന് ഇങ്ങനെ വിധേയമായി കൊണ്ടിരിക്കും. അതാണ് മീൻപിടുത്തമല്ല മനുഷ്യരെ പിടിക്കുന്ന മാറ്റം. മരത്തിന്റെ ചില്ലയിലെ സുഖലോലുപതയല്ല, ചുങ്കസ്ഥലത്തെ ആൾപ്പെരുപ്പമല്ല, കീശ നിറയ്ക്കലുമല്ല, നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തില് യേശു സാന്നിധ്യത്തില് നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ് മനുഷ്യന്റെ മാറ്റത്തിന് നിദാനമെന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തളർവാദ രോഗിയോടും കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മാറ്റത്തിന് വേണ്ടിയാണ്, അല്ലേ? അതെ, നിരന്തരം നീ ഇങ്ങനെ കിടന്നാൽ പോലെ എടുത്തോണ്ട് നടക്കുക. മാറ്റം ആവശ്യമാണ് ജീവിതത്തിൽ. ഇങ്ങനെ പോകുമ്പോഴ് നിരന്തരമായിട്ടൊരു മാറ്റത്തിന്റെ പുറവിളിയാണ് സുവിശേഷം മുഴുവൻ. നീ ഇങ്ങനെ കിടന്നാ പോരാ. ബെത്സയിദ കുളക്കരയുടെ വാഴക്കിൽ ഇങ്ങനെ കിടന്നാ പോരുന്നേ. നീ മാറണം. മാറ്റത്തിന്റെ ധ്വനിയാണ് യേശുവിന്റെ മുഖത്തിൽ നിന്നും മൊഴികളിൽ നിന്നും കിട്ടുന്നത്. നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ ഈശോ നിരന്തരം നമ്മളോട് പറയുന്നത് എന്താ? നീ മാറണം, മാറ്റത്തിന്റെ വിധേയമാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപിനിയായ സ്ത്രീയെ സ്ത്രീയുടെ വിധി എന്തായിരുന്നു അറിയോ? മാറണം, മേലിൽ പാപം ചെയ്യരുതെന്നുള്ള വിധി. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ ചുവടുവെപ്പാണ് പാപിനിക്ക് കർത്താവ് കൊടുത്ത സുവിശേഷം. ഇങ്ങനെ മുഴുവൻ ജീവിതവും മാറ്റത്തിന്റെ പുറവിളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാനേരത്ത് ഈ അർദ്ധരാത്രിയിലേക്ക് കടക്കുന്ന ഈ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ, ഈ ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ, ജപമാല കഴുത്തിലണിയുക മാത്രമല്ല, അത് മനസ്സിന്റെ ആഭരണമായി തീരുമ്പോൾ നമ്മളിൽ നിന്നും ആഗ്രഹിച്ച് കർത്താവ് നിരന്തരമായിട്ട് പറയുന്നത് എന്താ? മാറ്റത്തിന്റെ പ്രതിധ്വനിയുടെ സുവിശേഷമാണ് മുഴങ്ങേണ്ടത് ജീവിതത്തിന്റെ ആന്തരികതയിൽ. അതിനുള്ള വരവും കൃപയും
പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും Hallelujah, hallelujah. Hallelujah, 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 സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും ജപമാല രാജ്ഞിയുടെ ആ വലിയ ആ കരുതലിൽ നമ്മൾ അനുഭവിക്കട്ടെ. ഈ വർഗീസിന്റെ മാതൃശക്തി വഴി ഈശോയുടെ തിരുനാമത്തിന്റെ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും കൃപകൾ നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.